പോകുന്നു സുനിഷ. ഈ അപകടം എത്രത്തോളം ക്രൂരമായിരുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ ജെയ്സൺ നൽകിയത്. മന്ത്രിയുടെ പ്രതികരണം എങ്ങനെയാണ്? ഇവരുടെ ലൈസൻസ് കട്ട് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. കേരള രജിസ്ട്രേഷനിലെ വാഹനമാണോ? സ്മൃതി, അതുതന്നെയാണ്. ഏതായാലും വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപകടത്തിൽ ഡ്രൈവർക്കും ക്ലീനർക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് ഗതാഗത മന്ത്രിക്ക് നൽകിയിരുന്നു. ഇതിൽ തന്നെ കൃത്യമായി ഡ്രൈവർ അല്ല ക്ലീനറാണ് വണ്ടി ഓടിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തുടക്കം മുതൽ തന്നെ, അതായത് വാഹനം ഓടിച്ചു തുടങ്ങിയ സമയം മുതൽ തന്നെ ഇവർ മദ്യപിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മദ്യപിച്ചിരുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ പല കാര്യങ്ങളും മനസ്സിലാക്കിയ പശ്ചാത്തലത്തിൽ ഏതായാലും കർശന നടപടികളിലേക്ക് കടക്കും ഗതാഗത വകുപ്പ് എന്നത് തന്നെയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും നിലവിൽ ചെയ്തിരിക്കുന്നത് ഇതിന്റെ വാഹന രജിസ്ട്രേഷൻ ഏതായാലും സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നതാണ്. ഇനി വാഹന രജിസ്ട്രേഷൻ പൂർണ്ണമായും റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നതാണ് ഇന്ന് മന്ത്രി അറിയിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഡ്രൈവറുടെ ലൈസൻസ്, ഓടിച്ചിരുന്നത് ക്ലീനർ ആണെങ്കിൽ പോലും ക്ലീനർക്ക് ലൈസൻസ് ഇല്ല എന്നതാണ് നിലവിൽ അറിയാൻ കഴിയുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ ലൈസൻസ് പൂർണ്ണമായും റദ്ദാക്കുമെന്ന കാര്യം കൂടി മന്ത്രി നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഡ്രൈവറും ക്ലീനറും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഒപ്പം തന്നെ മന്ത്രി പറയുന്നത് ഇത്തരം ഒരു സന്ദർഭം, ഈ അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത, ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ തന്നെ നടപടി എടുക്കുമെന്നതാണ്. ഈ വാഹനം അമിത വേഗതയിലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ദൃക്സാക്ഷികൾ അടക്കം പറഞ്ഞതാണ് ഇവർ ഈ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചിരുന്നത്. അതിന് തൊട്ടടുത്തായി ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ആളുകളാണ് ഇവരെ തടഞ്ഞു നിർത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ അമിത വേഗത ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതുകൊണ്ട് വാഹനം കടന്നു വന്ന തുടക്കം മുതൽ വാഹനം കടന്നു വന്ന എല്ലാ വഴികളിലെയും ക്യാമറ പരിശോധിക്കുമെന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതിരിക്കാനുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നതാണ്. അതിൽ പ്രധാനമായും ഈ രാത്രികാല പരിശോധനകൾ അടക്കം നേരത്തെ തന്നെ കർശനമാക്കുമെന്നത് അറിയിച്ചിരുന്നു. അത്തരത്തിലുള്ള പരിശോധനകൾ വീണ്ടും കർശനമാക്കുമെന്നതാണ്. ഒപ്പം ഈ അപകടത്തിൽപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും സഹായം നൽകാൻ കഴിയും, എന്ത് സഹായം നൽകാൻ കഴിയുമെന്നത് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ചതിനു ശേഷം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നത് കൂടി മന്ത്രി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇനി ഇതുപോലൊരു അപകടം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി അത് വിട്ടുവീഴ്ചയില്ലാതെ തന്നെ സ്വീകരിക്കുമെന്നതാണ്. അതിന് പോലീസിന്റെ സഹായം ഏത് വിധേന വേണം എങ്കിൽ അത്തരത്തിലുള്ള സഹായം കൂടി ചോദിക്കുമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് പോലീസിനോടും അറിയിച്ചിട്ടുണ്ട്. സംയുക്തമായി തന്നെ ഒരു പരിശോധന നടത്തിക്കൊണ്ട് ഇനിയുള്ള അപകടങ്ങൾ കുറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ, നടപടികൾ കൈക്കൊള്ളും. ഒപ്പം തന്നെ നിലവിൽ ഇത്തരം അപകടത്തിന് കാരണക്കാരായവർക്കുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലേക്ക് കടക്കുമെന്നതാണ് ചോദ്യം.